തൃശൂർ മുണ്ടത്തിക്കോട് പടക്കശാലയിൽ സ്ഫോടനമുണ്ടാകുമ്പോൾ 37 പേർ ഉണ്ടായിരുന്നതായി നിഗമനം. ഇതിൽ 33 പേരെ തിരിച്ചറിഞ്ഞു. അപകട സ്ഥലത്ത് 200 പോലീസുകാരെ വിന്യസിച്ചുള്ള പരിശോധനയിൽ കൂടുതൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തി. സ്ഫോടന സ്ഥലത്ത് പോലീസ് കാവലും ഏർപ്പെടുത്തി. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളവരിൽ 4 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. വിവരങ്ങളുമായി അപകട സ്ഥലത്ത് നിന്നും സുധീഷ് ഗോപാലും തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും അനഘ ഹർഷനും ഒപ്പം ചേരുന്നു. ആദ്യം സുധീഷ് ഗോപാലിലേക്ക്. സുധീഷ്, ഇന്ന് വലിയൊരു മാസ് സ്ക്വാഡാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് തെരച്ചിലിനായി ഇറങ്ങിയത്. അത് പ്രയോജനം കണ്ടുവെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? കൃഷ്ണ, അങ്ങനെ തന്നെയാണ്. ഇന്ന് പുലർച്ചെ 7 മണിയോടെ തന്നെ ഇവിടെ പരിശോധന ആരംഭിച്ചിരുന്നു. അതിൽ ആദ്യം കടാവർ നായയെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന, അതോടൊപ്പം തന്നെ ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്ന എക്സ്ക്ലൂസീവ് ഡോഗുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന. അതിൽ ഈ സ്ഫോടനം നടന്ന സ്ഥലത്തിനും അതിന് ഏതാണ്ട് 300 മീറ്റർ മാറി പാടശേഖരത്തിന് നടുവിലുമൊക്കെ തന്നെ ശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതോടുകൂടിയാണ് കൂടുതൽ പരിശോധന വേണം എന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് 200-ലധികം പോലീസുകാരെ വിന്യസിപ്പിച്ചുകൊണ്ടുള്ള ഒരു മാരത്തോൺ പരിശോധന നടത്തിയത്. ആ പരിശോധനയിലും നിരവധി ശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഇതേ സമയത്ത് തന്നെ 5 ഡിവൈഎസ്പിമാരടക്കം വിനിയോഗിച്ചുകൊണ്ടുള്ള മഹസർ നടപടികളും തുടരുകയാണ്. അതിനിടയിൽ ഇന്ന് രാവിലെ നടത്തിയ പരിശോധനയിലും മറ്റും ഈ ഉപയോഗിക്കുന്ന ചില ഗുളികകൾ, അത് ഈ വെടിക്കെട്ട് നടക്കുമ്പോൾ അതിന് മനോഹാരിത ഉണ്ടാക്കാനും മറ്റും ഉപയോഗിക്കുന്ന അത്തരം ഗുളികകളും കണ്ടെത്തി. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു മാരത്തോൺ പരിശോധന നടന്നത്. അതിന് നേതൃത്വം കൊടുത്ത ACP തോമസ് സാർ ഇപ്പം നമ്മളോട് ഒപ്പം ചേരും. അദ്ദേഹത്തോട് തന്നെ ചോദിക്കും, ഇന്നത്തെ ഈ മാരത്തോൺ പരിശോധന അതിന് ഫലം കണ്ടോ? കൂടുതൽ ശരീരാവശിഷ്ടങ്ങൾ 3-4 ശരീരഭാഗം നമുക്ക് കിട്ടി. 3-4 ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ അതുകൊണ്ട് ഇത്തരം ഒരു പരിശോധനയിലൂടെ? അങ്ങനെയല്ല, നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് പല ഡ്രോൺ വെച്ചിട്ട് മരത്തിൻ്റെ മുകളിലുണ്ടോ, അതുകൂടാതെ കൊണ്ട് കെഡാവർ ഡോഗ്, അതുപോലെ തന്നെ എക്സ്പ്ലോസീവ് നോക്കുന്ന ഡോഗ്, കൂടാതെ കൊണ്ട് മാൻ പവർ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോറസ്റ്റ് നമ്മുടെ ഫയർഫോഴ്സിൻ്റെ ഓഫീസേഴ്സ്, പോലീസ് ഉദ്യോഗസ്ഥർ, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ്, അതിൻ്റെ അകത്ത് തന്നെ സയൻറ്റിഫിക് ഓഫീസറുണ്ട്. എല്ലാവരും നമ്മൾ പരിശോധിച്ചായിരുന്നു. അപ്പോൾ ഫിസിക്കലായിട്ട് ഇനി എവിടെയെങ്കിലും മിസ്സിംഗ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അവൈലബിൾ ആകുന്ന മാൻ പവർ യൂസ് ചെയ്ത് 165 പോലീസ് ഉദ്യോഗസ്ഥരെ യൂസ് ചെയ്തിട്ട് ചുറ്റോട് ചുറ്റും നമ്മൾ പരിശോധിച്ചു. വിവിധ ജില്ലകളിൽ നിന്നുള്ള പോലീസുകാരെയാണ്? അതെ, അത് വിവിധ ജില്ലകളിൽ നിന്നുള്ളതാണ്. കൊച്ചിൻ സിറ്റിയിൽ നിന്നുണ്ട്, മലപ്പുറത്തു നിന്നുണ്ട്, പാലക്കാട് നിന്നുണ്ട്, തൃശ്ശൂർ റൂറലുണ്ട്, നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്ട് പോലീസും ഉണ്ട്. ഓക്കെ, പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ ഇനിയും AR ക്യാമ്പിലെ പോലീസുകാർക്ക് ഇതിൻ്റെ കാവൽ കൈമാറുമോ? അതെ, ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മളിപ്പം ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഉദ്യോഗസ്ഥരും ഇൻവെസ്റ്റിഗേഷൻ നടത്തും. നമ്മളിപ്പം ഇതിൻ്റെ അകത്ത് നിലവിൽ സ്പെഷ്യൽ ടീമാണ് ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന ഗാർഡും മറ്റു കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. അത് ഇനി ഇപ്പം ഇത് ഗാർഡ് നമ്മൾ ARലെ ഒരു ഓഫീസറും അവിടുത്തെ ഉദ്യോഗസ്ഥരെയും വെച്ചിട്ട് ചെയ്യാനായിട്ടാണ് കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം വന്നേക്കുന്നത്. ഓക്കെ, എന്തു തന്നെയായാലും ഇത്തരത്തിൽ പരിശോധനാ ഫലം കണ്ടു. ഇപ്പം ഈ ചുറ്റും ഇനി കൂടുതൽ ശരീരാവശിഷ്ടങ്ങളോ സ്ഫോടക വസ്തുക്കളോ ഇല്ല എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയായിരുന്നു ഇത്തരമൊരു പരിശോധന. കാരണം ഇത് AR ക്യാമ്പ് മറ്റൊരു ആൾക്കാർക്ക് ഇതിൻ്റെ സുരക്ഷ കൈമാറുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള നേരത്തെ നടത്തിയ പരിശോധനകളെല്ലാം പൂർണ്ണമായിരുന്നു, കൃത്യമായിരുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് ഇത്തരത്തിൽ ഇത്ര അധികം പോലീസുകാരെ വിന്യസിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന കൂടി നടത്തിയത്. ഇതേ സമയം ഇന്ന് തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 37 പേരാണ് ഈ സ്ഫോടനം നടക്കുമ്പോൾ ഈ പടക്കശാലയിൽ ഉണ്ടായിരുന്നത് എന്നതാണ്. അതിൽ 33 പേരെ തിരിച്ചറിഞ്ഞു, 4 പേരെ തിരിച്ചറിയാനുണ്ട്. അതിൽ ആ ഒരു മൃതദേഹം ഇനിയും തിരിച്ചറിയാനുള്ളത് കൂടി അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത്തരത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്. ഇതേ സമയം ഇതുവരെ ശേഖരിച്ച മൊഴികൾ, അത് ഈ പടക്കശാലയിൽ ഉണ്ടായിരുന്ന സാരമായ പരിക്കില്ലാത്ത